മോളെന്താ ഈ സമയത്ത്? അല്ല, എന്താ നിന്റെ കണ്ണറിഞ്ഞിരിക്കുന്നത്? എന്തൊരു വിഷമമുണ്ടോ? അച്ഛന്റെ ജീവിതത്തിലെ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ഞാൻ കാരണം അച്ഛൻ എന്തൊക്കെ ത്യജിച്ചു, സഹിച്ചു. എന്നിട്ടും യാതൊരു കുറവും അച്ഛൻ എനിക്ക് വരുത്തിയിട്ടില്ല. നീ ജനിച്ചതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരച്ഛൻ്റെ സ്ഥാനത്തും ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. ഈ രാത്രി ഇപ്പോൾ മോൾ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നത്? മോള് കരയാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക. അച്ഛാ, ഒരു മിനിറ്റ്. അച്ഛാ, ദേ നോക്കി, ഞാനത് പ്രത്യേകം അച്ഛന് വേണ്ടി ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ തയ്ച്ചതാ. ഇതെന്തിനാ മോളെ നീ ഇപ്പോ? ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. അച്ഛാ, ഞാൻ കാരണമല്ലേ അച്ഛാ അച്ഛന് ഈ അവസ്ഥ വന്നത്. എനിക്ക് വേണ്ടി അച്ഛൻ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ അച്ഛനൊന്നും ചെയ്തു തരാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ. ഒരു കാലത്ത് അച്ഛനെ ഭയത്തോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്നവരുടെ മുന്നിൽ എന്റെ അച്ഛൻ, അതാ അച്ഛ എനിക്ക് ഏറ്റവും വിഷമം. അച്ഛനെ ഇപ്പൊ ആളുകൾ എങ്ങനെ കാണുന്നു, അച്ഛനെ കുറിച്ച് എന്ത് പറയുന്നു, അതിനൊന്നും മോള് കണ്ണും കാതും കൊടുക്കരുത്. മോള് പറയേ, മോളുടെ മനസ്സിൽ അച്ഛൻ ആരാ? എന്റെ മനസ്സിൽ എന്റെ അച്ഛന് എന്നും ഹീറോയാ. മോളെ, നീ മാത്രം എന്റെ ലോകം. എന്റെ മോള് എന്നെ ഒരു ഹീറോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനപ്പുറം വേറെ എന്താ മോളെ എനിക്ക് വേണ്ടത്? അത് പോരച്ച. എന്റെ അച്ഛൻ എല്ലാ പ്രതാപത്തോടെയും എല്ലാവരുടെയും മുന്നിൽ വീണ്ടും ആ പഴയ പ്രതാപവർമ്മയായി നിൽക്കുന്നത് എനിക്ക് കാണണം. എല്ലാവരുടെയും പഴയ പ്രതാപവർമ്മയായി അച്ഛൻ മാറുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. താങ്ക്സ് മോളെ. എന്റെ ഈ പിറന്നാൾ ദിവസം ഞാൻ തന്നെ മറന്നിരിക്കുകയായിരുന്നു. എല്ലാ പിറന്നാൾ ദിവസം പോലെയും മോൾ എനിക്ക് ഗിഫ്റ്റും തന്നു, ആദ്യത്തെ വിഷും തന്നു. അച്ഛന്റെ മനസ്സ് നിറഞ്ഞു. സമയം ഒരുപാടായി, മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശരി അച്ഛാ.